തോമസേട്ടാ, നിങ്ങൾ ഈ പീടികയിൽ മേടിച്ചേക്കണ സാധനങ്ങൾ നിങ്ങൾ തന്നെ എടുത്തുന്ന ഈ വന്നവർക്ക് എന്താ കൊടുക്കുക? എന്ന് ചോദിച്ചാ ഇവിടെ പീടികയിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് ചെവിയും കേൾക്കൂല. ഇവിടെ നാരങ്ങൂട്ടായി ചോദിച്ചാൽ നിങ്ങൾ കപ്പലിനൂട്ടായി എടുത്തു കൊടുക്കും. മുട്ടായി വേണ ഒന്നുമില്ല. നിങ്ങളേ ഇവിടെ വിൽക്കാൻ വെച്ചേക്കണ സാധനങ്ങളല്ലേ, അപ്പൊ അത് നിങ്ങൾ തന്നെ തിന്നാൽ എങ്ങനെയാണ്? ഈ പണി നടത്തണ തിന്നാൻ വേണ്ടിട്ടല്ലേ, അതാണ് ഞാൻ തിന്നത്. ഇത് കഴിയുമ്പാറെ മേടിച്ചു. അത് മോള് മേടിച്ചരും. മൂപ്പരിക്ക് അതിന് പൈസ ഒന്നും വേണ്ടേ, മൂപ്പരിക്ക് തിന്നാണ്ടാക്കിയിട്ടുള്ള പീടിയേ. അല്ല ശീല, ഈ നൂട്ടന്റെ കാര്യം എന്തായി? കൊന്ന തന്നെയാ? പിന്നല്ലാണ്ട് ചേങ്ങായുടെ ഒക്കെ സ്വഭാവം എന്താ അറിയില്ല ഞങ്ങക്ക്. ഓനൊക്കെ എന്താ ഇതുവരെ ഒരാളെ കൊല്ലാത്ത വിചാരിച്ചിട്ട് നിക്കായിരുന്നേ. അപ്പൊ അതും നടന്ന് മോൻ നോക്കി നോക്കി. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയലട്ടാ, അവനൊക്കെ നല്ല മനുഷ്യനാണ്. ഞാൻ ഐസക് ന്യൂട്ടന്റെ കാര്യമല്ല പറഞ്ഞത്, ആ ചങ്ങായുടെ കാര്യ പറഞ്ഞത്. അവനാ? അവൻ പരമ തറയണം. ഞങ്ങളും പറഞ്ഞു. ശീതളിന് ഇപ്പൊ എങ്ങോട്ടാ പോന്ന്? ഞാന് നമ്മുടെ മാനിക്കാട് അവിടെ സുഗതേട്ടൻ ഒരു മരം കണ്ടുവച്ചു. അത് കാണാൻ അപ്പൊ നമ്മുടെ സത്യേട്ടനായിട്ട് വരാ പറഞ്ഞു. സുഗതേട്ടനെ മൂപ്പര് അതിന്റെ ചുറ്റൊക്കെ ഒന്ന് നടന്ന അതിന്റെ കളക്ക രണ്ട് തട്ടൊക്കെ നട്ട് എത്ര ഇഞ്ചിക്ക് പോടാന്ന് അവിടെ നിന്ന് നിപ്പിലാ പറയേ. കറക്റ്റ് ആയിട്ട് പറയും. ഏടാ ചെങ്ങായോടെ എവിടെ ഇങ്ങള് പോയി കിടക്കണേ? കിട്ടണ്ട വലിയ മുതലാളിയല്ലേ? അല്ല, എത്ര നേരമായി ഇവിടെ നിക്കണിച്ചിട്ടാ ഞാന്. 10 മണിയാ പറയും, നമുക്ക് വിട്ടാലോ? പോവല്ലേ? പിന്നെ ഇന്നിപ്പോ ചെന്ന് കച്ചവടമായി കഴിഞ്ഞാ നാളെ തന്നെ നമുക്ക് ആ മരം മുറിക്കണം. നാളെ പറ്റില്ലേ? നാളെ ഹർത്താലാണ്. ഹർത്താലോ? ഇതിന്റെ ഹർത്താല് ഈ നാട്ടിലൊന്നും അല്ല, ഇതൊന്നും അറിഞ്ഞില്ല. ഇത് നോട്ടനെ കാണാതായിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇതിനൊക്കെ ഹർത്താലോ? ഒരു മനുഷ്യനോ അത് ജീവിച്ചിരിക്കണ്ടോ മരിച്ചോന്ന് നമുക്ക് അറിയണ്ടേ? ഈ ചെക്കനെ കാണാണ്ടാവണന്റെ തലേ ദിവസം ഈ മന്മഥനും ഇവരും കൂടെ നല്ല തല്ലിടായിന്നാ പറഞ്ഞു കേട്ടത്. ഇവന്റെ കയ്യിൽ നിന്ന് മന്മഥൻ ഒരു ആഴ്ചന് കിട്ടിയപ്പോ മന്മഥൻ പൂച്ച കറങ്ങണ പോലെ കറങ്ങിട്ട് നിലത്താ വീണത്. മൊത്തം പൊള്ള ചെക്കൻ മര്യാദക്കൊരു കണ്ടി പോയ കണ്ണെന്ന് വെള്ളം മുട്ടണ പാർട്ടിയാ. ഒന്നാമത് മന്മഥൻ അവന്റെ പ്രായം നോക്കണ്ടേ? ഈ ചെറിയ ചെക്കനൊക്കെ ആയിട്ട് കൊമ്പ് ഓർക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ല, എന്തായാലും നാളെ ഹർത്താലായത് നമുക്ക് ഗുണായി. നാളെ നമുക്കേ ആ വളപ്പ് കയറിട്ടാ മരാണ്ട് വെട്ടാം. എന്നിട്ട് മറ്റന്നാ വണ്ടി ഓടാൻ തുടങ്ങിയാൽ നമുക്ക് ലോഡാ കയറ്റാം. എന്നൊരു കാര്യം ചെയ്യാം, നേരം മാനക്കാനെ കണ്ടിട്ടേ ആ മരാണ്ട് കച്ചവടക്കുക. അല്ല, എനിക്കൊരു ചായ എടുക്കാൻ മറട്ടവിടെ. അയ്യോ, ഞാനത് കുടിച്ചു പോയല്ല. നിങ്ങൾ ഉണ്ടാക്കിട്ട് നിങ്ങൾ തന്നെ കുടിച്ചോളി, ആർക്കും കൊടുക്കണ്ട. ഇല്ല കച്ചവടം അതാ വരുന്നോ? ഇനി വേണ്ടത് അവര് വിളിച്ചോളി. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കുടിച്ചോളി. വേണ്ട, നിങ്ങൾ തന്നെ കുടിച്ചോ. രാഘവനോട് ചായ എടുക്കട്ടെ? എനിക്ക് വേണ്ടേ? അല്ല, ഞാൻ കുടിച്ചോളാം. കുടിച്ചോ? കുടിച്ചോട്ടെ? കുടിച്ചോ. അത് കാട്ടൂടെ നോക്ക്. ഇത് വെച്ചോ. ഉണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞില്ല ഇതുവരെ. എല്ലാം കിട്ടിയാ? ഒരുമാതിരിപ്പെട്ട എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷെ കപ്പ കിട്ടിയില്ല. കപ്പ കിട്ടാതെ? ഇവിടെ കപ്പ വയ്ക്കണ കണാരൻ ചേട്ടനെ സുഖാലണ്ട് ആശുപത്രിയിലാ. വേറെ കടയിൽ പോയി നോക്കണ്ടേ മനുഷ്യ? ഈ ദേഷ്യപ്പെടല്ലേ, നാളെ മേടിക്കല്ലോ. ഹർത്താലല്ലേ? ഹർത്താൽ എന്തിന്? തലതെറിച്ചൊരു ചെറുക്കനില്ലേ ന്യൂട്ടൻ, നിങ്ങളെ തല്ലിയില്ലേ? എന്നെ തല്ലിയാൽ എന്തിനാ ഹർത്താല്? ആൾക്കാർക്ക് വേറെ പണിയൊന്നുമില്ല. മനുഷ്യ, ആ ചെറുക്കനെ ഇപ്പൊ കാണാനില്ലല്ലോ. അപ്പൊ അതിന്റെ അന്വേഷണം ഏതാണ്ട് CBIക്ക് വിടണോന്നൊക്കെ പറഞ്ഞ നാട്ടുകാര് ഹർത്താലാ. നാട്ടുകാർക്ക് എന്ത് പ്രാന്താണ്? അവർ അലവലാതി കാണാനില്ലെന്നും പറഞ്ഞ് ഇവിടെ ഹർത്താൽ നടത്താൻ പോവാണ്. ആ നരുന്ത് ചെറുക്കന്റെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് മോങ്ങിയില്ലേ നിങ്ങൾ നിന്ന്? ആര് മോങ്ങിന്ന്? അയ്യ മണ്ടു, അവൻ ഇങ്ങനെ കൈയെടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അത് കണ്ണിക്കറി കൊണ്ടിട്ട് അങ്ങനെ കരഞ്ഞതാണ്. അയ്യോ, ഞാനൊന്ന് ഇരുത്തി നോക്കിയേ, നിങ്ങൾ ഇവിടെ കിടന്ന് മോങ്ങണ ഞാൻ കാണണല്ലേ. കണ്ണി കണ്ട ചെറുക്കന്മാരെ തല്ലും കൊണ്ട് വന്നേക്ക. ഒരടി നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കായിരുന്നല്ലോ. അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളൊക്കെ കൂടി പറഞ്ഞപ്പെണ്ടില്ല, എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇത്രയും വലിയ ആന ശരീരം ഉണ്ടല്ലോ മന്മഥന്, എന്നിട്ട് ആ നരുന്ത് ചെറുക്കന്റെ ഇന്ന് തല്ലും കൊണ്ട് മോങ്ങി വന്നല്ലോന്ന്. പറഞ്ഞിട്ടെന്താ ഇങ്ങനെ ഒരു മണവുണാഞ്ചനയാണല്ലോ എനിക്ക് കിട്ടിയത്. ഒന്ന് നിർത്തോ? എടാ പോണു
എന്താണ്? അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അല്ലെങ്കിൽ വേണ്ട. ദേ എന്തെങ്കിലും പറയണേ പറയൂ, തലക്കിട്ടൊന്നും തരിഞ്ഞേ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ രഹസ്യമായിരിക്കണം. ഓ, അത്രയും ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പുറത്താരും അറിയാൻ പാടില്ല. ഇനി ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പറ അങ്ങോട്ട്. അതെ, വളരെ രഹസ്യമാണ്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഇത് അറിയാവൂ. വേറെ ആരുടെ ഇത് പറയുകയും ചെയ്യരുത്. ഇല്ലെന്ന്. ന്യൂട്ടനല്ലേ, ന്യൂട്ടൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ബെസ്റ്റ്. അവന്റെ കയ്യിൽ നിന്ന് അടിയും മേടിച്ച് അവൻ നിങ്ങളോട് യാത്ര പറഞ്ഞിട്ടാണ് പോയത്. എങ്കിൽ പിന്നെ അവര് വീട്ടിൽ പോയി പറയായിരുന്നില്ലേ? എന്റെ മണ്ടു, അതല്ല. അവനെ ഞാൻ കൊന്നു. നിങ്ങൾ എന്താണ് ഈ പറയണത്? മണ്ടു, ഇതാണ് ഞാൻ പറഞ്ഞത്. ആരോടും പറയരുത്, രഹസ്യമാണ്. വെളിയിലാരും അറിയരുത്. അത് ഞാൻ അറിയാലോ. എനിക്കത് ചെയ്യേണ്ടി വന്നു. നീ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഒന്നിനും കൊള്ളാത്ത അങ്ങനത്താണ്. എന്റെ ഉള്ളിൽ അവനോടുള്ള പകയുണ്ടല്ലോ. എത്ര ദിവസമായിട്ട് തിളക്കായിരുന്നു അറിയാമോ? അന്ന് സുഗമാവനെ കാണാൻ ഞാൻ ആശുപത്രി പോയില്ലേ? പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ കലിങ്ങുണ്ടല്ലോ, അവൻ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. ഞാനവനെ പോയി ഒരു അടി കൊടുക്കാന്ന് വെച്ചത്. പക്ഷേ എന്റെ കഷ്ടകാലത്തിന് നോക്കിയപ്പോ ഒരു ഇരുമ്പ് കമ്പി അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ ഇരുമ്പ് കമ്പി എടുത്ത് ഒറ്റ അടി കൊടുത്ത് അവന്റെ തലയിൽ ഞാൻ അവൻ ഒരു വിളി വിളിച്ചു. ശരിക്കും രക്തമൊക്കെ പോയി. പക്ഷെ നല്ല മഴ ഉണ്ടായിരുന്നുകൊണ്ട് മഴ പെയ്തപ്പോ രക്തം ഒലിച്ചു പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോ ഒരു ചാക്ക് അവിടെ കിടന്നു. ആ ചാക്കിൽ അവനെ എടുത്ത് ഞാൻ കെട്ടിയിട്ട് അങ്ങ് പൊന്മുടിയിൽ കുന്നിന്റെ മണ്ടേ കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞത്, നിന്നോട് ഞാൻ പറയാത്തതുകൊണ്ടാ. മണ്ടു, ഇതിപ്പോ ആരും അറിഞ്ഞിട്ടില്ല. ഒരു തെളിവും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തേക്കണേ. നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. പേടിക്കണ്ട, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരാൾ നീയാണ്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞ്. പക്ഷെ നിന്റെ മനസ്സിൽ ഇതുണ്ടാവണം. നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട മണ്ടു. അതെ, ഒന്നുമില്ല. മണ്ടുവെച്ചേ, 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 മണ്ട് എന്താടി? ഇഞ്ചി ഇരിപ്പുണ്ട് ഒരു കഷ്ണം. ഇഞ്ചി തരാ. ഓ, ഇത് മതിയടി. ആ ഇത് മതി, ഒരു ചമ്മന്തി അരയ്ക്കാനാ. എടി, നീ 2 ദിവസം എവിടെയായിരുന്നു? ആ സത്യേട്ടൻ വീട്ടിലുണ്ടായിരുന്നു, പണി ഉണ്ടായില്ല. ഇന്ന് പണിയുണ്ടാ? ആ ഇന്നിപ്പോ പോയിട്ടുണ്ട്. ആ പിന്നെ സതീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ. മറ്റേ മൈക്രോ ഫിനാൻസിലെ. എന്താണ്? അല്ല, മന്മഥേട്ടനെ ന്യൂട്ടൻ തന്നെ വിവരം അവന്. ഇത് നീ ഇങ്ങനെ ചിരിക്കണെന്തിനാ? നാട്ടുകാരെല്ലാം അറിഞ്ഞേ. അതുകൊണ്ട് ഇത്രയും വലിയ മന്മഥേട്ടനെ ആ ചീള് ന്യൂട്ടൻ വന്ന് തല്ലിന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? ചേച്ചി എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു? ഇതേ പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങേര് കേട്ടോണ്ട് വരണ്ട. അങ്ങേരെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. പിന്നെ മന്മഥേട്ടനോ? മന്മഥേട്ടൻ പേടിത്തോണ്ട് ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. പിള്ളേർക്ക് പുള്ളിനെ പടക്കം പൊട്ടിച്ചാ പേടിപ്പിക്കാറ്. ഞാൻ മനസ്സിലാവൂലല്ലേ? നീ ഇപ്പൊ പറഞ്ഞ പോലെ നല്ല മന്മഥേട്ടൻ. പിന്നെങ്ങനെയാ മന്മഥേട്ടൻ? അത് നിനക്ക് മനസ്സിലാകത്തോണ്ടല്ലേ. എടി, ഇപ്പൊ ന്യൂട്ടൻ മന്മഥേട്ടനെ തല്ലിയില്ലേ? ന്യൂട്ടൻ ഇപ്പൊ എവിടെ? എടി, ന്യൂട്ടൻ മന്മഥേട്ടനെ തല്ലിയില്ലേ? എല്ലാവരും എന്താ വിചാരിച്ചേക്കണ? കരഞ്ഞോണ്ട് പോകുന്നല്ലേ? അങ്ങനെയല്ലേ? എടി അല്ലടി, മനസ്സിൽ പകയും കൊണ്ട് നടക്കായിരുന്നു. മന്മഥേട്ടനോ? ശബ്ദം താത്തി പറ. നീ ആരടുത്തെങ്കിലും പോയി പറയോ? ഇല്ല. എനിക്ക് നിന്നെ അത്ര വിശ്വാസമുള്ളതുകൊണ്ടാ ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു മോളെ, മന്മഥേട്ടൻ ആശുപത്രി പോണ വഴി ആ ന്യൂട്ടൻ ആ കലിങ്കിലെങ്ങാണ്ട് കിടപ്പുണ്ടായി. ആ ദേഷ്യം മുഴുവൻ കൂടി വന്ന് അവനെ തലക്കടിച്ച് കൊന്നു. എന്നിട്ട്
ബാക്കില് കെട്ടി കൊക്കേന്ന് താഴോട്ടിട്ട്. മന്മഥേട്ടനോ? ഇതിപ്പോ ആരടുത്തും പോയി പറയരുത്. പ്രശ്നമൊന്നുമില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഞാനറിഞ്ഞില്ലേ? നമ്മള് രണ്ടുപേരല്ലേ അറിഞ്ഞിട്ടുള്ളു. ഞാനും നീ എന്ന് പറഞ്ഞ ഒന്നല്ലേ. നീ ആരടുത്തും പറയരുത് കേട്ടാ. ഞാൻ തപ്പട വന്ന് നിൽക്കണേ. ഇന്ന് പണിക്ക് പോയില്ലേ? ഓ ഇന്ന് പണിയൊന്നും ഇല്ല. ഒന്നും ശരിയായില്ല. എന്തിനു വന്നാണ്? ഇഞ്ചിയാ? നവാ. ഇതിലിപ്പളേ കാര്യമായിട്ടൊന്നുമില്ല. ഒക്കെ വിറകിന് പറ്റിയ മരമല്ലോ. അയ്യോ ശീതളേട്ടാ, ആഞ്ഞിലി മരാന്ന്. ആഞ്ഞിലൊക്കെ തന്നെ ആവും, പക്ഷെ എന്താ വെച്ചാ ഇതൊക്കെ വെള്ളേണ്. എത്ര കൊല്ലം മുമ്പ് ഇല്ല സാധനമാണ്. ഒക്കെ ശരി തന്നെയാണ്. ഇപ്പൊ അല്ല, ഞാനായിട്ട് പറയുന്നില്ല കേട്ടാ. ഇപ്പൊ സത്യേട്ടൻ വന്ന് നോക്കുമ്പോ കാണാപ്പ ഇങ്ങക്ക്. എവിടെ നിങ്ങൾ എപ്പോ വന്ന് നിക്കണേ? ഞാൻ ഇവിടെ വെച്ചിട്ടാ. ഒരു മിനിറ്റ്. ഞാൻ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ട് ഇപ്പോ. എന്തേ? നമ്മുടെ കാണാല്ലാണ്ടായ ചെക്ക ഉണ്ടല്ലോ, കാണാല്ലാണ്ടായ ചെക്ക. എത്ര മരം ഇപ്പൊ കൊടുക്കാണ്ട് നിങ്ങള്? മൊത്തം കൊടുക്കുന്നേ അല്ലേ? ഒരു കാര്യം ചെയ്യാതെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തി. 12 എണ്ണോ? ഇനി വേറെ ഏതെങ്കിലും കൂടെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കും കേട്ടോളെ. എല്ലാം നോക്കി എന്റെ മകൻ അതെന്നാലും ഒന്ന് എണ്ണീട്ടേ. കമ്മീഷൻ എന്താന്ന് വെച്ചാൽ തരും. അയ്യേ, ഏത്ത് കമ്മീഷൻ? അതൊന്നും അല്ല, ആ മരത്തിന്റെ വണ്ണം അളവും ഇതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങളൊന്ന് കണ്ടുവെക്കി. പിന്നെ നമ്മളൊരു പരിചയക്കാരായോണ്ടേ ഒരു കണക്കുണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. മരം ഒന്ന് കച്ചവടം കിട്ടണം. ഓ ആയിച്ചേട്ടാ. വെളിവില്ലേ? എന്താണ്? അതെ, ഞാനൊരു സംഗതി അറിഞ്ഞു. എന്താണ്? കാണാനില്ല എന്ന് പറഞ്ഞ ചെക്കുണ്ടല്ലോ, ന്യൂട്ടനായി. അവ ഇനി വരില്ല. എന്താ എടുക്കാൻ പോയി? തട്ടിയതാണ്. മന്മഥൻ. അതേ, നമ്മള് തമ്മിലുള്ളൊരു ആത്മബന്ധം കൊണ്ട് ഞാൻ പറയണ്. ഇത് വേറെ ആരോടും പറയരുത്, നീ മനസ്സിൽ വെക്കാനേ പാടുള്ളൂ. എങ്ങോട്ട് വെച്ചിട്ട് എന്തായി? ഒരു കാര്യം ചെയ്യാം, ആദ്യം ആ ഉണ്ണിയുടെ മരം നോക്കിയിട്ടാണ് പോവാ. ഇത് പറയാം. ഇതാരെ പറഞ്ഞു നിങ്ങളോട്? നിങ്ങൾ പോന്നേ ചെയ്യും. അതിന്റെ കൂടെ മറ്റേ പടുമരങ്ങളൊക്കെ ഇങ്ങോട്ട് തരാൻ പറ്റുമെങ്കിൽ തരണം കേട്ടോ. ശരി. ഇതെവിടെ കോയത് കണ്ട? ആ വർഗീസേട്ടനാണ് വിളിക്കണത്. എത്ര ദിവസമായി കച്ചവടം കഴിഞ്ഞിട്ട് ആ മരം മുറിച്ചെടുക്കാത്ത എനിക്ക് കേൾക്കാത്ത തെറിയില്ലേ? എനിക്കിപ്പോ ഒറ്റക്ക് മുറിക്കാൻ പറ്റില്ലല്ലോ. സത്യനെവിടെ? അവനെ കണ്ടു? ഞാൻ സത്യേട്ടനെ കണ്ടു. ഞാനിപ്പോ നാളെ വരുമല്ലോ അല്ലേ? വരുന്നേ, നാളെ വരും. സോഡ കുടിക്കണ? ഒരു അതുണ്ടായിണ്ട്. എന്ത്? ഒരു അതുണ്ടായിണ്ട്. എന്ത്? ആയോ പൈസ തരാം. എന്തരാ? ന്യൂട്ടനെ കിട്ടിയോ? ചെമ്മടണ്ടങ്ങടന്നാ ഈ തൊള്ളർന്നുള്ള വർത്താനം നിർത്തി പറയട്ടെ. സമാധാനത്തിൽ പറയട്ടെ. കൊന്ന തന്നെയാണ്.
എന്നാലും ഇവിടെ പോലീസിനെ സമ്മതിക്കണട്ടോ അല്ലേ? നമ്മുടെ പോലീസ് ഒരു മനുഷ്യ അറിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്കും നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പറ്റിക്കോ. പിന്നെ എങ്ങനെ ഇറങ്ങി? സംഭവം ഇത് പുറത്തേക്ക് പോയിട്ടില്ല. അത് ഞാൻ കേട്ടു. അതിക്ക് അങ്ങനെ പറയാം എന്നുള്ളൊരു ഉറപ്പുള്ള കാരണം ഞാൻ പറയാണ് കേട്ടാ. അല്ല, ഞാൻ പിന്നെയും പറയാണ് കേട്ടാ നിങ്ങളുടെ അടുത്ത്. അല്ല, അത് അറിഞ്ഞിരിക്കണല്ലോ. അതുകൊണ്ട് പറയാണ്. മന്മഥനെ, മന്മഥൻ മന്മഥനോ? വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. ഈ ചെക്കൻ നടു റോഡിലിട്ട ആൾക്കാരുടെ മുമ്പിലിട്ട് മന്മഥനെ തല്ലിയപ്പോ പട്ടി കരയണ പോലെ ഇന്ന് കരഞ്ഞോൻ അവൻ. അങ്ങനെ പട്ടി കരയണ പോലെ കരഞ്ഞു ഒരുത്തൻ ഡൊബനെ കൊല്ലുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഉണ്ടോ? എന്തെങ്കിലും അവിടെ ഇല്ലാത്ത പറയാൻ. ശരി തന്നെ. അത് ശരിയാവും. മന്മഥനാവില്ല. അല്ല, അങ്ങനെയല്ല. അല്ല, അതേന്നേ ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങളിത് കേട്ടിട്ടില്ല. ഒന്നുമില്ല എന്റെ കോയനോട് പറയില്ല എനിക്കറിയാം. അതല്ലേ പറയണ, നിങ്ങൾ വർത്താനം പറയാനല്ലേ. അല്ലടാ, എനിക്കെന്നെ അറിയില്ലേ? ഇന്ന് വരെ നീ പറഞ്ഞ ഏതെങ്കിലും ഒരു രഹസ്യം ഞാൻ പുറത്താരോടും പറഞ്ഞിട്ടുണ്ടോ? ഇടോക്ക് നിന്റെ വായന്ന് ഇത് പുറത്താരും അറിയില്ല, അത് ഉറപ്പ്. മന്മഥ, സാറേ, എനിക്ക് പാടില്ലാട്ടാ. നേരം വെളുത്തപ്പത്തോട്ട് അവൻ ചെയ്തിട്ടില്ല എന്നാ പറയണ. ഞാൻ അവശതയായി. അമ്മാ, ചിലരിങ്ങനെയാണ്. ദേഷ്യപ്പെട്ടാലും അടിച്ചാലും ഒന്നും സത്യം പറയില്ല. അവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കും. പ്യാരി, അവനെ കൊണ്ട് കൊണ്ടുവന്നേ. ഒന്നിനിട്ട് ചെല്ലടാ, എനിക്ക് പാടില്ല. ചെല്ലി. വാ മന്മഥൻ, വാ. എണീക്കടാ. ഒന്ന് താങ്ങടോ.